ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങളിൽ പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം പകുതിയോടെ പ്രാബല്യത്തിൽ വരും. ജൂലൈ 15 മുതൽ കരാർ പൂർണ്ണതോതിൽ നടപ്പിലാക്കുമെന്ന് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യം ഒപ്പുവയ്ക്കുന്ന ഏറ്റവും സമഗ്രവും വലുപ്പമേറിയതുമായ വ്യാപാര കരാറാണിത്. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ വിദേശ വിസ്കി, ആഡംബര കാറുകൾ എന്നിവയുടെ വില ഇന്ത്യൻ വിപണിയിൽ കുത്തനെ കുറയുമെന്നതാണ് ഉപഭോക്താക്കളെ സംബന്ധിച്ച ഏറ്റവും വലിയ സവിശേഷത. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ബ്രിട്ടീഷ് നിർമ്മിത വിസ്കിയുടെ ഇറക്കുമതി നികുതിയിലാണ് ചരിത്രപരമായ കുറവുണ്ടാകുന്നത്. നിലവിൽ ഇന്ത്യ ഈടാക്കുന്ന 150% എന്ന വൻ നികുതി ഒറ്റയടിക്ക് 40%ആയാണ് കുറയ്ക്കുന്നത്. ഇതോടെ സ്കോച്ച് വിസ്കി ഉൾപ്പെടെയുള്ള വിദേശ മദ്യങ്ങൾ പകുതിയിലധികം വിലക്കുറവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകും. കാലങ്ങളായി ഉയർന്ന നികുതി കാരണം വിദേശ വിസ്കി വാങ്ങാൻ മടിച്ചിരുന്ന മദ്യപ്രേമികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പ്രഖ്യാപനം എന്നതിൽ സംശയമില്ല. മദ്യത്തിന് പുറമെ ആഡംബര വാഹന വിപണിയിലും ഈ കരാർ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ബ്രിട്ടനിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന അത്യാധുനിക ആഡംബര കാറുകളുടെ നികുതി 100% നിന്നും വെറും 10%ആയി കുറയും. നിശ്ചിത കോട്ടയ്ക്ക് കീഴിലാണ് ഈ വൻ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. നികുതി 10-1 ചുരുങ്ങുന്നതോടെ വിദേശ നിർമ്മിത സ്പോർട്സ് കാറുകളും പ്രീമിയം വാഹനങ്ങളും വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ നിരത്തുകളിലേക്ക് എത്തും. കാർ പ്രേമികൾക്ക് വലിയ ആവേശമാണ് ഈ തീരുമാനം സമ്മാനിക്കുന്നത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണിയിലും ഈ കരാറിന്റെ പ്രതിഫലനം പ്രകടമാകും. നിലവിൽ 22% വരെയുള്ള ഉയർന്ന നികുതി ആണ് ഇത്തരം ഇറക്കുമതിയിൽ മേൽ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത്. വലിയ കരാർ, അതായത് പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ആദ്യ ദിവസം മുതൽക്കോ അല്ലെങ്കിൽ 10 വർഷത്തെ നിശ്ചിത കാലയളവിനുള്ളിലോ ഈ നികുതി പൂർണ്ണമായും ഇല്ലാതാകും. വിദേശ ബ്രാൻഡുകളുടെ ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും സാധാരണക്കാർക്ക് കൂടി പ്രാപ്യമായ വിലയിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകാൻ ഇത് കാരണമാകും. വ്യാപാര മേഖലയ്ക്ക് പുറമെ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും ഈ കരാർ വഴി വൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. പുതിയ വ്യവസ്ഥകൾ പ്രകാരം യുകെയിലെ സ്റ്റേറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾക്കുള്ള അർഹത നേടുന്നതിനുള്ള കാലാവധി 36 മാസത്തിൽ നിന്നും 60 മാസമായി ഉയർത്തിയിട്ടുണ്ട്. നിലവിലുള്ള വിസ നിയമങ്ങൾ വഴി ബ്രിട്ടനിലെത്തുന്ന മിടുക്കരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇതിന്റെ പ്രയോജനം നേരിട്ട് ലഭിക്കും. ഇതോടൊപ്പം നിലവിൽ വരുന്ന ഇരട്ട നികുതി ഒഴിവാക്കൽ ഉടമ്പടി പ്രവാസികൾക്ക് ഇരട്ടി മധുരമാകും. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്ന കാലയളവിൽ ഇവിടുത്തെ നാഷണൽ ഇൻഷുറൻസ് വിഹിതം അടയ്ക്കുന്ന പ്രൊഫഷണലുകൾ അതേസമയം തന്നെ ഇന്ത്യയിലും സാമൂഹ്യ സുരക്ഷാ നികുതികൾ അടയ്ക്കണമെന്ന നിർബന്ധിത വ്യവസ്ഥ ഇതോടെ ഇല്ലാതെയാകും. ഒരേസമയം 2 രാജ്യങ്ങളും നികുതി നൽകേണ്ടി വന്നിരുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇതിലൂടെ മോചനം ലഭിക്കുന്നത്. ദക്ഷിണ കൊറിയ, ജപ്പാൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി ബ്രിട്ടൻ ഏർപ്പെട്ടിട്ടുള്ള അതേ ആനുകൂല്യമാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് ലഭ്യമാക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും ഈ കരാർ വലിയ ഉത്തേജനം നൽകും. ഇന്ത്യയിൽ നിന്നുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ചില പ്രത്യേക ഭക്ഷ്യവസ്തുക്കൾ എന്നിവയ്ക്ക് ബ്രിട്ടൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നികുതി കുറയുന്നതോടെ ബ്രിട്ടനിലെ വ്യാപാരികൾക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും അവിടുത്തെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ മികച്ച ഇന്ത്യൻ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ അവസരമൊരുങ്ങും.